16-ാം നിലയിൽ നിന്നാണ് ഇങ്ങനൊരു ക്ഷേത്രം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇനി അവിടെ പോകുന്ന വിശേഷം കാണാം. ഗുഡ് മോർണിംഗ്. പുലർച്ചെ നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങി. അപ്പോൾ മഴയൊക്കെ തോർന്ന് ഇപ്പം നല്ല ക്ലൈമറ്റായി. പക്ഷെ എന്നാലും തണുപ്പുണ്ട് കേട്ടോ. കണ്ണിന് പുറത്ത് പോകുമ്പോൾ ക്യാപ്പ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ എന്തായാലും മെയിൻ റോഡിലെത്തിയിട്ട് അവന് ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തായിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. ഒരു കുന്നും പുറത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ സുബ്രഹ്മണ്യം പിന്നെ കുന്നിൻ്റെ മുകളിലും മലേൻ്റെ മുകളിലൊക്കെയാണല്ലോ അമ്പലങ്ങൾ അധികം ഉണ്ടാവാം. അങ്ങനെ അമ്പലത്തിലേക്ക് എത്താറായി. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് അധിക വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ. കുന്നിൻ ചെരുവിലേക്ക് പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് അവിടെ. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് തൊഴേണ്ടത് എന്താണെന്നുള്ളതൊരു വലിയ ABCD ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് നെയ്വിളക്കിന് ഷീട്ടാക്കി, ഒരു പുഷ്പാഞ്ജലിക്കും ഷീട്ടാക്കി. ഇപ്പോൾ പ്രസാദമൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് തൊഴുത്. ഇവിടെ ഉള്ളിലേക്കൊന്നും വീഡിയോസൊന്നും ഇവിടെ അല്ല. എന്നാലും മാക്സിമം പറ്റിയതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ പണി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. പിന്നെ പായസത്തിന് ഷീട്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അപ്പൂസ് പായസം വാങ്ങി. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ ടെമ്പിളുള്ളത്. നല്ല കുന്നിൻ്റെ മുകളിലാണ്. അപ്പം അതിൻ്റെ മുകളിൽ നിന്നാൽ തന്നെ നല്ല വ്യൂ ആണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കൺസ്ട്രക്ഷൻ നടക്കുന്ന റോഡിൻ്റെ 2 സൈഡും സാധനങ്ങളാണ്. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വളയനാട് ദേവീക്ഷേത്രത്തിൽ ഒന്ന് കയറി കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നിൽ ടോയ്സ് കണ്ട പിന്നെ അപ്പൂസ് വിടില്ലല്ലോ. പിന്നെ അവന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.